ജോൺ ബ്രിട്ടാസ്, ഇവിടെ നികുതി വിഹിതം ചെറിയൊരു വർധനവുണ്ട്. ഇപ്പോൾ GST നഷ്ടപരിഹാരം നിർത്തലാക്കുന്നതോടെ ആ വിഹിത വർധനയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പോട്ടെ. പിന്നെ കുടിൽ വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ, മത്സ്യകൃഷിക്ക് എന്തോ സഹായമുണ്ട്, MSME സെക്ടറിനുണ്ട്, കശുവണ്ടി, കൊക്കോ, തേങ്ങ, മണ്ടപോയത്തെങ്ങ് വെട്ടിമാറ്റി പുത്തൻതെങ്ങ് നടാനുള്ള പദ്ധതി, 4 ആയുർവേദയും ചിലപ്പോൾ കേരളത്തിലാകാം, ക്ഷേത്ര നഗരങ്ങൾക്ക് എന്തോ 5000 കോടിയുണ്ട്, അതിൽ വേണമെങ്കിൽ തലസ്ഥാനം ഉൾപ്പെടാം. അതുകൊണ്ട് ഈ നമ്മൾ ചോദിച്ചൊന്നും കിട്ടിയില്ലെങ്കിലും സമ്പൂർണ്ണമായ അവഗണന എന്ന് പറയാൻ പറ്റുമോ ശ്രീ ജോൺ ബ്രിട്ടാസ്? സമ്പൂർണമായ അവഗണന എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു അവഹേളനം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹാഷ്മിയുടെ ആമുഖത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. അതായത് ആമ, അതല്ലെങ്കിൽ തേങ്ങ, മാങ്ങ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ യഥാർത്ഥ നിജസ്ഥിതി എന്താണെന്ന് ഞാൻ ഈ ബജറ്റ് രേഖകളിലൂടെ പരിശോധിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ എന്താണ് ഇവർക്ക് പറ്റിയതെന്ന് പലരും ചോദിച്ചു. ഒരു ദുരന്തത്തിൻ്റെ ഒരു അവതരണം പോലെയാണ് അവരുടെ ബജറ്റ് അവതരണം ഭവിച്ചത്. യഥാർത്ഥത്തിൽ അത് പിന്നീട് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇതിൻ്റെ ഒരു മാക്രോ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഹാഷ്മി, അതായത് സർക്കാർ വിഭാവനം ചെയ്ത വരുമാനത്തേക്കാൾ 2 ലക്ഷം കോടി രൂപയുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻകം ടാക്സ്, ആദായ നികുതിയിൽ ഇവർക്ക് വന്ന കുറവ് എത്രയാണെന്നറിയോ? 1,26,000 കോടി രൂപ. ഇവർ GST സ്ലാബുകൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇവരെന്താ പറഞ്ഞ്, അതായത് വലിയ വാങ്ങൽ ശേഷി ജനങ്ങൾക്ക് സംഭവിക്കുകയും അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ GST കളക്ഷൻ കിട്ടിയെന്ന് പറയും. എന്താ സംഭവിച്ചെന്നറിയോ? 1,32,000 കോടി രൂപയുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മരണ വീട്ടിൽ നിൽക്കുന്നത് പോലെയാണ് ഇന്ന് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി കേരളത്തിൻ്റെ ഇതിലേക്ക് വരാം. അത് ഞാൻ ഒരു 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ മൊബൈലായിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് മലയാളികളുടെ സമൂഹമാണ്. ഒരു വേഗ തീവണ്ടി പാതയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ കാലമായിട്ട് നമ്മുടെ കേരളം കാത്തിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളങ്ങ് മാറ്റാം. ഈ കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ ശ്രീധരൻ കേരളത്തിൽ വലിയൊരു പ്രഖ്യാപനം നടത്തിയത്? അതായത് കേന്ദ്ര സർക്കാർ അനുമതി നൽകി എന്നുള്ളത്. 7 ഹൈസ്പീഡ് കോറിഡോർസ് അനുവദിച്ചു. നമ്മൾ വിചാരിച്ചു ഒരു 2-3 ഒക്കെ അനുവദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അർഹതയുള്ള കേരളത്തിൻ്റെ പേരവിടെ വരില്ലേ? കേരളത്തിൻ്റെ പേര് വന്നിട്ടില്ല. 22 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഒരു സംസ്ഥാനത്ത് 2 AMS വരെയുണ്ട്. നമ്മുടെ സുരേഷ് ഗോപിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. അതായത് കമ്പം, തേനി, പൊള്ളാച്ചി, ആലപ്പുഴ, തൃശ്ശൂർ, കാസർഗോഡ് അദ്ദേഹം സ്ഥാപിക്കാത്ത സ്ഥലങ്ങളില്ല ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇവിടെയുള്ള ട്രോളെന്ന് വെച്ചാൽ, അതായത് നിർമ്മല സീതാരാമൻ സുരേഷ് ഗോപി വിളിച്ച് AMS എവിടെ വേണം, കമ്പം തേനിയിലാണോ ചോദിക്കുമ്പോൾ ആമ എന്ന് പറഞ്ഞു. ഉടനെ ഒരു ആമ പരിപാടി ഞങ്ങൾ ബജറ്റിലിട്ടു. ഇതാണ് ഇവിടെ നടക്കുന്ന ട്രോള്. ഇനി ഞാൻ വളരെ ഹ്രസ്വമായി പറയാം. ഇവർ കൊട്ടിഘോഷിച്ച് പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങൾ ഇത് കേരളത്തിന് ഗുണകരമാകുന്ന അവർ പറയുന്നത്. ഒന്ന്, റെയർ എർത്ത് കോറിഡോർ അസംബന്ധമാണ്. അതിലൊരു വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓഫ് ഷോർ മൈനിങ് എന്തിനു വേണ്ടിയായിരുന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് സെമി കണ്ടക്ടർ പ്ലാന്റുകൾക്ക് വേണ്ട ഈ പറയുന്ന ധാതു ലവണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇവരിത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ സെമി കണ്ടക്ടർ പ്ലാന്റുകളൊക്കെ 11-12 പ്ലാന്റുകൾ വലിയ സബ്സിഡി കൊടുത്ത് ടാറ്റയ്ക്കും മറ്റും ഇവർ ആരംഭിക്കുകയാണ്. എവിടെയാണെന്നറിയോ? അതിൽ 6 ഗുജറാത്തിലാണ്, ബാക്കി ഉത്തർപ്രദേശിൽ 1, ആന്ധ്രയിൽ 1, ആസാമിൽ 1. നമ്മളൊരു കോറിഡോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ ആ ഇടനാഴിയിൽ വരണം. ഇത് ഇടനാഴിയിൽ വ്യവസായം കൊണ്ടുവരാൻ വേണ്ടിയല്ല, നമ്മുടെ മിനറൽസ് കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ഇടനാഴിയാണ് ഇവർ വിഭാവനം ചെയ്യുന്നത്. ഇനി കോക്കനട്ട്, കാഷ്യൂ, അതുപോലെ കൊക്കോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇവർ പറഞ്ഞു. ഞാൻ ഹാഷ്മി ബജറ്റ് പേപ്പർ ഞാൻ പരിശോധിച്ചു. അതായത് ഹൈ വാല്യൂ അഗ്രികൾച്ചർ എന്നുള്ള പട്ടിക ഉണ്ടാക്കിയിട്ട് എത്രയാണെന്നറിയോ അവർ രൂപ നൽകിയിരിക്കുന്നത്? 350 കോടി രൂപ മാത്രം. അതായത് 1 കോടി നാളികേര കർഷകരുണ്ട് എന്ന് ധനമന്ത്രി പറയുന്നു. ഇനി കാഷ്യൂവും കൊക്കോയും സാൻഡൽവുഡും കൂടി കൂട്ടുക. ഈ 350 കോടി രൂപയെ നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ ഒരു കർഷകന് ഒരു 15 അല്ലെങ്കിൽ എത്രയാ 20-30. ഇനി അഥവാ നമ്മുടെ നാളികേര കർഷകരെ മാത്രം എടുക്കുകയാണെങ്കിൽ
ഒരു കർഷകന് എത്ര കിട്ടും? 350 രൂപ കിട്ടും. ഇതുപോലുള്ള കബളിപ്പിക്കൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇവരുണ്ടായിട്ടില്ല. 350 കോടി രൂപ വെച്ചിട്ടാണ് ഈ ബജറ്റിൽ, ഈ ആകെ 1.5 മണിക്കൂറുള്ള ഈ ബജറ്റ് പ്രസംഗത്തിൽ ഇവർ തേങ്ങയെക്കുറിച്ചും മാങ്ങയെക്കുറിച്ചും സാൻഡൽവുഡിനെക്കുറിച്ചും കശുവണ്ടിയെക്കുറിച്ചൊക്കെ വാചാലമായി സംസാരിച്ചത്. ഇനി കേരളത്തിൻ്റെ ഫൈനാൻസ് കമ്മീഷൻ്റെ വിഹിതം 2.382 ഒരു ഭേദഗതി വന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 20 മുതൽ 24 വരെ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് 53,134 കോടി രൂപ ലഭിച്ചു. അത് കട്ട് ചെയ്തു. ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചത് 42,114 കോടി രൂപയാണ്. 42,000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് വരുമെന്നാണ്. അതിപ്പോൾ 36,355 കോടി രൂപയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് ഒരുപക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്കും പ്രേക്ഷകർക്കും മനസ്സിലാക്കാൻ വേണ്ടി, അതായത് കഴിഞ്ഞ ബജറ്റിൽ ഇവർ സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അലോക്ക് ചെയ്ത തുക എത്രയെന്നറിയോ? 1,30,641 കോടി രൂപ. എത്രയാണെന്നറിയോ ഇവർ നൽകിയത്? കേവലം 18,000 കോടി രൂപ. അതായത് 1,12,000 കോടി രൂപയുടെ കുറവ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാൻഡ്. എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്കുള്ള അർഹതപ്പെട്ട വിഹിതങ്ങൾ നിഷേധിക്കുന്നത് ഞാൻ പറയാം. ഇനി ഇവരുടെ ഓരോ പദ്ധതികളും അംഗനവാടികൾക്ക് വേണ്ടി മാറ്റിവെച്ച, ആ പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ച ആ പണം പോലും അവർ ചെലവഴിച്ചിട്ടില്ല. ആ കണക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് അതുപോലെ തന്നെ അംഗനവാടി പദ്ധതിക്ക് വേണ്ടി 21,960 കോടി രൂപ മാറ്റിവെച്ചു. അതിൽ 6,000 കോടി രൂപ ചെലവഴിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ ജലജീവൻ മിഷനെ കുറിച്ച് വാചാലമായിട്ട് പറയാറുണ്ട്. ജലജീവൻ മിഷന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്നറിയോ? അതായത് 50,000 കോടി രൂപയുടെ കട്ട്. അതായത് കഴിഞ്ഞ ബജറ്റിൽ അവർ അലോക്കേറ്റ് ചെയ്ത് 67,000 കോടി രൂപ, ചെലവിട്ട് എത്രയെന്നറിയോ? 17,000 കോടി രൂപ. 50,000 കോടി രൂപയുടെ കട്ട്. ഏത് മേഖല എടുത്താലും സാർവത്രികമായിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പദ്ഘടന ചുരുങ്ങി വരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രമാണ്. ഈ ബജറ്റിൽ ആഗോള രംഗത്തുള്ള സമ്പദ്ഘടനയുടെ പ്രതിസന്ധിയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു. ഡോളറിന് മുമ്പിൽ രൂപ ഇങ്ങനെ കൂപ്പുകുത്തുന്നതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു. 60 രൂപയായിരുന്ന സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് എന്താണ് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത്? രൂപ ICUലാണ്. 92 രൂപയായിരിക്കും. അപ്പോൾ മോർച്ചറിയിലല്ലോ, എവിടെ വേണം? സെമിത്തേരിയിലാകണ്ടേ? അപ്പോൾ ഒരു പ്രശ്നത്തെക്കുറിച്ചും സർഗാത്മകമായിട്ടുള്ള ഒരു സമീപനവും ഇല്ലാത്ത ബജറ്റ് കേരളത്തിൻ്റെ ദീർഘകാലത്തെ ആവശ്യങ്ങളോട് പരിപൂർണമായിട്ടും മുഖതിരിഞ്ഞു നിൽക്കുന്ന ബജറ്റ്. തേങ്ങ മാങ്ങ ബജറ്റുമായിട്ടാണ് ധനമന്ത്രി വച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.